പറയുന്നു. എന്താണ് ഇവിടെ ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടോ? ഇവർക്ക് വലിയ സാമ്പത്തിക പരാധീനതകളില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് സാമ്പത്തിക പരാധീനത മുൻപിലുണ്ട്. കാരണം കഞ്ഞി വയ്ക്കുന്ന ജോലി സ്കൂളിലുണ്ടായിരുന്നു. ഇന്നലെ ആ സ്കൂളിൽ പോയിട്ട് എനിക്കിനി വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു എന്ന് എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാമ്പത്തികം കുറയുന്നു എന്നുള്ളൊരു തോന്നൽ. പിന്നെ വീട് നഷ്ടപ്പെടുന്നു, കാരണം വീട് റെയിൽവേക്ക് പോകുന്നു, അപ്പോൾ വീട് നഷ്ടപ്പെടും, എനിക്കിനി കിടപ്പാടമില്ല എന്നുള്ളൊരു ഭയങ്കര വിഷമം. ഈ സ്ഥലം വിട്ടു പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തൊട്ടടുത്ത് ബാലൻസ് പോർഷനിൽ നിങ്ങൾക്കൊരു റൂമും ഒരു ടോയ്ലറ്റും വയ്ക്കാനുള്ള സാഹചര്യമുണ്ട്, അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് അവരെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ സാമ്പത്തികം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് കാരണം മകളെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു, പിന്നെ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തു. അവളുടെ ഇവരുടെ മരുന്നൊക്കെ, അങ്ങനെ ഒത്തിരി ചിലവുകളുണ്ട്. അപ്പം ഞാൻ ഈ ചിലവിന് എന്ത് ചെയ്യും എന്നുള്ളൊരു മുൻപിൽ ഒരു ചോദ്യചിഹ്നം അവർക്കുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് അവർ പറയുമായിരുന്നു, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, എൻ്റെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മകളെ കൊണ്ടുപോയി ശാന്തി കവാടത്തിൽ കൊണ്ടുപോകണം. നേരത്തെ മകനെ അടക്കാൻ പോയപ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ വന്നു, അതുകൊണ്ട് അവിടെ വേണ്ട, അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ശാന്തി കവാടത്തിൽ മകൾ മരിച്ചാൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. അമ്മയെ പറ്റി പറഞ്ഞില്ല. അമ്മ പല പ്രാവശ്യവും പറഞ്ഞിരുന്നു, ഞാൻ മരണപ്പെട്ടു പോകും, എനിക്ക് സുഖമില്ല, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, മകളെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ടാകും. മകളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം മകൾ നല്ല ആരോഗ്യം, നല്ല മെച്ചപ്പെട്ടു വന്നു. കാരണം വരുന്ന സമയത്ത് സംസാരശേഷി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം മകൾ തനിയെ എണീറ്റ് ടോയ്ലറ്റിൽ പോകുന്ന ഒരു രീതിയിലെത്തി. ഇപ്പോൾ സംഭവത്തിന് ശേഷം മകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്നോട് എണീപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ എണീപ്പിച്ച് കഴിഞ്ഞാൽ മുമ്പ് തന്നെ ആ കുട്ടിയുടെ കുഞ്ഞമ്മയാണ് ആദ്യം വന്ന് കണ്ടത്. പെട്ടെന്ന് വെള്ളം കൊടുത്തിട്ടാണ് എൻ്റെ അടുത്ത് ഓടി വന്നത്. ഞാൻ പെട്ടെന്ന് ഓടി വന്ന് അകത്ത് കയറിയപ്പോൾ ചേച്ചി എന്നെ ഒന്ന് എണീപ്പിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ കഴുത്തിലെ പരുക്കെന്ന് പറയുന്നത് ഇവിടെ അങ്ങ് മുറിഞ്ഞിട്ട് വല കെട്ടി ബ്ലഡ് നിൽപ്പുണ്ട്, ശരീരം ആസകലം ബ്ലഡ് ഒഴുകി കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഏത് കണ്ടീഷൻ എന്നറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ എണീപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എണീപ്പിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നപ്പോൾ ആംബുലൻസിന് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും വിളിച്ചു പറഞ്ഞു. ആംബുലൻസ് എത്തി മകളെ പെട്ടെന്ന് നിംസിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവളുടെ ആരോഗ്യനില തീരെ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി മുതൽ ബ്ലഡ് വാർന്നു പോയി എങ്കിലും അവൾ നല്ല സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു തരത്തിലായിരുന്നു, വെള്ളമൊക്കെ കുടിച്ചു. നിലവിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് തുടർ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധരൊക്കെ എത്തി ഇവിടെ പരിശോധന നടത്തും. ഇതിൽ മറ്റൊരു കാര്യം, ഈ സ്ത്രീ ലീല എന്ന് പറയുന്നവർ ഇതിൻ്റെ അകത്ത് വീട്ടിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അകത്ത് മറ്റ് സാധനങ്ങൾ, വസ്തുക്കളോ ഗൃഹോപകരണങ്ങളോ അല്ലെങ്കിൽ കട്ടനോ ഒന്നും വലിയ രീതിയിൽ തീ പടർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഉറക്ക ഗുളി അടക്കം കഴിച്ചിട്ടാണോ ഈ ആത്മഹത്യ ചെയ്തത് എന്നൊരു സംശയവും പോലീസിനുണ്ട്. പോലീസ് ഇപ്പോൾ നിലവിൽ ആ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. ഇതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ.